നമസ്കാരം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിസോഴ്സിലെ ഇൻസൈറ്റ് സീരീസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലൂടെ ബിയോണ്ട് ക്ലാസ് റൂമിന് പുറത്ത് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അവിടെ കൂടുതലും ഫോക്കസ് രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരുമൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സീരീസിൽ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാരണം നമുക്ക് നിരവധി ചോദ്യങ്ങളാണ് വന്നത്. പല ഏരിയകളിലും ഞങ്ങൾ വളരെ കൺഫ്യൂസ്ഡാണ്. എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേയധികം രക്ഷിതാക്കളും കുറേയധികം അധ്യാപകരും നമ്മളോട് അവരുടെ കൺസേൺസ് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ ആധികാരികവും ഓത്തൻറ്റിക്കുമായിട്ടുള്ളൊരു മറുപടി നമുക്ക് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗത്തിലെ പ്രൊഫസറും കുട്ടികളുടെ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗവേഷണങ്ങളും വളരെയധികം അനുഭവപരിചയവുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺ ബി നായർ. അദ്ദേഹത്തെ റിസോഴ്സിയുടെ പേരിലും എല്ലാ പാരൻസിൻ്റെയും പേരിൽ ഞാൻ ഈ ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ നമസ്കാരം. സാർ, എവിടെ നിന്നാണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നാലും ഒരുപാട് രക്ഷിതാക്കളും ഒരുപാട് അധ്യാപകരുമൊക്കെ വളരെ കൺസേൺഡായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജെൻസി. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വേർഡാണ് ജെൻസി എന്ന് പറയുന്നത്. എല്ലാവരും പറയുന്നുണ്ട് ജെൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ജെൻസി അങ്ങനെയാണ്, ജെൻസി ഇങ്ങനെയാണ്. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ, ഈ ജെൻസി എന്ന് പറയുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു വലിയ പ്രത്യേകതയുണ്ടോ? ഇത്ര വലിയ കുഴപ്പമുള്ളൊരു തലമുറയാണോ ഈ ജെൻസി, അതോ ഇതൊരു ഹൈപ്പാണോ? അല്ലേ, ജെൻസി എന്ന് പറയുന്നതും അതിന് മുൻപുള്ള തലമുറയും തമ്മിലുള്ള വ്യത്യാസം ശാക്തീകരണത്തിൻ്റെ എംപവർമെൻറ്റിൻ്റെ അളവിലുള്ളൊരു വ്യത്യാസമാണ്. ഇപ്പോൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമാകുന്നതിന് മുമ്പുള്ളൊരു തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജ്ഞാനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് മാതാപിതാക്കൾ അല്ലെങ്കിൽ അധ്യാപകർ പറയുന്നതാണ് അറിവ്. അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന പുസ്തകമാണ് അറിവിൻ്റെ സ്രോതസ്സ്. മാതാപിതാക്കൾ കാണിക്കുന്ന വഴിയാണ് ശരിയായ വഴി. ഇതിനപ്പുറത്ത് എന്തെങ്കിലും ശരി തെറ്റുകളുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. ഇന്ന് പക്ഷേ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ വ്യാപകമായതോടുകൂടി അതിനുള്ള സാധ്യതകൾ കൂടുതൽ തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ അധ്യാപകർ പറയുന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, മാതാപിതാക്കൾ പറയുന്നൊരു കാര്യം തെറ്റാണോ, ഇതൊക്കെ മനസ്സിലാക്കാനും എക്സ്പ്ലോർ ചെയ്യാനും കണ്ടെത്താനുമുള്ള സാധ്യതകൾ കൂടിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു തലമുറ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച് ഒരു പകുതിയായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കടന്നു വരുന്നത്. ഇപ്പോഴത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ ലോകത്തേക്കാണ് അവർ ജനിച്ചു വീണത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ നാദമായിരിക്കും അവർ ആദ്യമായിട്ട് കേട്ട സൗണ്ട്, ഒരു പക്ഷേ മനുഷ്യൻ്റെ ശബ്ദത്തിന് മുൻപ് പാട്ടുകൾ പോലും മൊബൈൽ വഴിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർശ്വഫലം, ഇപ്പോൾ ഏതൊരു നല്ല കാര്യത്തിന് ഒരു പാർശ്വഫലം ഉണ്ടാവില്ല. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, വൈദ്യുതി നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ നല്ല കാര്യമാണ്, അതില്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ വൈദ്യുതി വന്നതോടുകൂടിയാണ് കറണ്ട് അടിച്ച ആളുകൾ മരിക്കാൻ തുടങ്ങിയത്. അത് പാർശ്വഫലമാണ്. എന്ന് പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ വിപ്ലവം ഒരുപാട് അനന്ത സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടിട്ടുണ്ട്. വിജ്ഞാനം നേടിയെടുക്കാൻ, അറിവുകൾ പങ്കുവയ്ക്കാൻ, ദൂരം എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാതായിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലിരിക്കുന്ന ഒരു ഡോക്ടറിനോട് നമുക്കൊരു അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഇപ്പം ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ചോദിച്ച് നമുക്കറിയാൻ പറ്റുന്ന അത്രയും ഒരു ഗ്ലോബൽ വില്ലേജായിട്ട് ലോകം മാറിയിരിക്കുന്നു എന്നുള്ളൊരു സാധ്യത. അതിൻ്റെ ഒരു പാർശ്വഫലമാണ് ഈ പറഞ്ഞ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്ന പല അറിവുകളും ആധികാരികമാകണമെന്നില്ല. കാരണം ഒരു എഡിറ്റിങ്ങോ സെൻസറിങ്ങോ ഇല്ലാത്തൊരു പ്രതലമാണ് ഈ സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഒരു മുഖ്യധാരാ മാധ്യമത്തിലൊരു കാര്യം പറയണമെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു എഡിറ്ററുണ്ട്, അതിന് സെൻസറിങ് സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അതില്ല. ആർക്കും എന്തും പറയാം, ആർക്കും ഏത് മേഖലയിലും വിദഗ്ധനാണ് എന്ന് സ്വയം നടിക്കാം,
ആ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്ന് പറയുന്നത് ഈ വരുന്ന വിവരങ്ങൾ പലതും ആധികാരികമാകണമെന്നില്ല, യാഥാർത്ഥ്യമാകണമെന്നില്ല. ഇപ്പോൾ നമ്മളൊരു പ്രത്യേക വിവരത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതാദ്യം വരുന്ന സംഗതി ഏറ്റവും ആധികാരികവും സത്യവുമാകണമെന്നില്ല, ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് മസാലയും പ്രത്യേക രീതിയിലുള്ള അവതരണ ശൈലിയുള്ളൊരു സംഗതിയായിരിക്കും. അപ്പോൾ അതാണ് സത്യമെന്ന് ധരിച്ചുകൊണ്ട് അതിൽ ക്യാരിഡ് ആയി പോകുന്നതാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ട് അത് യാഥാർത്ഥ്യമല്ല എന്ന് ഗൈഡ് ചെയ്യാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കഴിഞ്ഞില്ലെങ്കിൽ അത് ഈ ജെൻസിയുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലേക്ക് വരും. അപ്പോൾ ജെൻസി പറയുന്നത് കഞ്ചാവ് എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയ്ക്ക് അത്യുത്തമമാണ് എന്ന് പറയുന്നൊരു ഗവേഷണ പഠനം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആ ഗവേഷണ പഠനം എന്തുകൊണ്ട് അശാസ്ത്രീയമാണെന്ന് വിലയിരുത്തി പറഞ്ഞു കൊടുക്കാൻ മുതിർന്ന തലമുറയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരികയാണ്. നീ അത് കാണേണ്ട കാര്യമൊന്നുമില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കില്ല. കാര്യകാരണ ബന്ധം സഹിതം എന്തുകൊണ്ടത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താലേ അവർക്കത് ബോധ്യപ്പെടുകയുള്ളൂ. ഇതാണ് ജെൻസിയുടെ ഒരു അവസ്ഥ. അപ്പോൾ പണ്ടത്തെ പോലെ തെറ്റ് ശരി എന്നീ ദ്വന്ദ്ങ്ങളിലേക്ക് തളച്ചിടാൻ ഇന്നത്തെ ഈ യുവതലമുറയെ പറ്റില്ല. തെറ്റ് ശരി എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ മാറി ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ചോയ്സസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ ആരോഗ്യകരവും അനാരോഗ്യകരവുമായ തീരുമാനം, ഒരു ഹെൽത്തി ചോയ്സിലേക്ക് കുട്ടിയെ നയിക്കാൻ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെയും മെൻറ്റോറിങ്ങിൻ്റെയും ഒക്കെ ഇന്നത്തെ കാലത്തെ ലക്ഷ്യം. ഇതിനോട് ചേർത്ത് ചോദിക്കുമ്പോൾ സാർ, ഇപ്പോൾ ഈ ജെൻസി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ജെൻസി എന്നുള്ള വാക്കുകൾ ആവശ്യത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉപയോഗിക്കുന്ന കാരണം കൊണ്ട് ഇത് ഈ ജെൻസിക്കും ഒരു താളമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. ഞങ്ങൾ ജെൻസിയാണ്, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഇവരിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്താലേ ശരിയാവുന്നുള്ളൂ, അങ്ങനെയും ഒരു വഴിയിലേക്ക് ഇതൊരു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം മാധ്യമ സ്വാധീനം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതോടെ ആ സ്വാധീനം കുറച്ചുകൂടെ കൂടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ജെൻസി എന്തോ വലിയ പ്രശ്നമാണ്, അവർ ജന്മനാ നിഷേധികളാണ്, അനുസരണക്കേടുള്ളവരാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് കാണുന്ന ഈ ജെൻസിയിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മൾ ഇങ്ങനെ ആകണം, ഇല്ലെങ്കിൽ എന്തോ ഒരു കുറ്റമാണ്. അടിസ്ഥാനപരമായിട്ട് എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന വാഞ്ച അല്ലെങ്കിൽ ഡിസയർ എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു താല്പര്യമാണ്. അത് ഏത് ലെവലിലായാലും അത് തന്നെയാണ്. അപ്പം അത് കൊടുക്കുന്ന രീതിയിലും ശൈലിയിലുമുള്ള മാറ്റങ്ങൾ ഓരോ കാലത്തെയും ഡിജിറ്റൽ വിപ്ലവങ്ങൾ അനുസരിച്ചും മറ്റ് വിപ്ലവങ്ങൾ അനുസരിച്ചും സംഭവിച്ചിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മനോഭാവങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് ഈ ജെൻസി ഒരു വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ നമ്മളങ്ങോട്ട് പറഞ്ഞു വയ്ക്കുന്നത് ആരോഗ്യകരമാകില്ല. അതിനേക്കാൾ ഒരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിക്കേഷൻ വിത്ത് ജെൻസി, ഒരു ജനാധിപത്യപരമായ ഒരു ആശയവിനിമയത്തിലൂടെ ഈ ജെൻസിയിൽപ്പെട്ടവരെ കൂടെ വിശ്വാസത്തിലെടുത്ത് അവരെ ബോധ്യപ്പെടുത്തി അവരെ ശാക്തീകരിച്ച് ഈ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി ചോയ്സുകളിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതായിരിക്കണം. അപ്പം അവരിലുള്ള ആ പോസിറ്റീവ് ക്വാളിറ്റീസിനെ നമ്മളും തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡിജിറ്റൽ ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് മുതിർന്ന തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളും ഈ പിള്ളേർക്ക് അറിയാം, അവർക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും. അപ്പോൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. ആ രീതിയിൽ തന്നെ നമ്മളതിനെ എടുക്കണം. എന്തായാലും സാറിൻ്റെ അഭിപ്രായത്തിൽ ജെൻസി അത്ര കുഴപ്പക്കാരല്ല? ഒരിക്കലും അല്ല. ഈ ജെൻസിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയ കാരണം കൊണ്ട് റിസോഴ്സിയോ പലപ്പോഴും അധ്യാപകരുടെ ഇടയിലും രക്ഷിതാക്കളുടെ ഇടയിലും ഒക്കെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന ഒരു പരാതിയാണ്, അല്ലെങ്കിൽ പരാതി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആശങ്കയാണ് ലോ അറ്റൻഷൻ സ്പാൻ. ഈ കുട്ടികൾക്ക് ഭയങ്കര അറ്റൻഷൻ സ്പാൻ കുറവാണ്. പ്രത്യേകിച്ച് മുതിർന്ന അധ്യാപകരൊക്കെ പറയും, പണ്ടത്തെ കുട്ടികളൊക്കെ ഒരു 10-30 മിനിറ്റൊക്കെ ഞങ്ങൾക്ക് ഇരുത്തി പഠിപ്പിക്കാം, അവരെ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ 30 മിനിറ്റ് പോയിട്ട് ഒരു 10 മിനിറ്റ് പോലും ഈ കുട്ടികൾ ഇരിക്കുന്നില്ല. ഇത് ശരിക്കും സത്യമാണോ? ഇങ്ങനൊരു ലോ അറ്റൻഷൻ സ്പാൻ ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ ജെൻസിക്ക് മാത്രം ഒരു ലോ അറ്റൻഷൻ സ്പാൻ വന്നത്? അതിന് ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മൾ ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ 2025 ബജറ്റിൻ്റെ കൂടെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നാഷണൽ എക്കണോമിക് സർവേ മാനസികാരോഗ്യത്തെപ്പറ്റി 2 പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. ഒന്ന്, ഇന്ത്യൻ ജനതയിൽ 10.6% പേർക്ക് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കപ്പെടാതെ പോകുന്നത് മൂലം ആ വ്യക്തിയുടെ കാര്യക്ഷമത കുറയുന്നു. അദ്ദേഹം ജോലി സ്ഥലത്ത് വരാതെയാകുന്നു, വന്നു കഴിഞ്ഞാൽ തന്നെ അയാളുടെ പ്രവർത്തനം തൃപ്തികരമല്ലാതെയാകുന്നു. അത് ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുന്നു. സ്വാഭാവികമായിട്ടും അത് രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ പിന്നോട്ടടിക്കുന്നു. അപ്പോൾ വ്യക്തികളുടെ മാനസികാരോഗ്യം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥിതിയെ നിർണ്ണയിക്കുന്ന പ്രധാന
ഘടകമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തി. അംഗീകരിക്കപ്പെട്ടു. അതെ. 2, ഇതേ ഡോക്യുമെൻറ്റിൽ തന്നെ മറ്റൊരു വശത്ത് ഈ പറഞ്ഞ വിഷയം ചർച്ചാ വിഷയമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ വിപ്ലവം ഈ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്? ഇപ്പോൾ ജോനാഥൻ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എഴുതിയ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന പുസ്തകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തേക്ക് പോയ കുട്ടികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ 4 സവിശേഷതകൾ അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ മുതിർന്ന തലമുറയ്ക്ക് ഇല്ലാത്ത 4 സവിശേഷത. ജെൻസിയിലാണോ ഉദ്ദേശിക്കുന്നത് അതോ പുതുതലമുറ ഒരു 2000-ന് ശേഷം ജനിച്ചവരെ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ കൃത്യമായിട്ട് ജെൻസി അല്ല ജെൻ ആൽഫ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ, കാരണം ഒരു പാശ്ചാത്യ ലോകത്തെ ഡിജിറ്റൽ വിപ്ലവവും നമ്മുടെ നാട്ടിലെ ഡിജിറ്റൽ വിപ്ലവവും തമ്മിൽ കുറച്ച് വർഷങ്ങളുടെയൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് 2000-ന് ശേഷം ജനിച്ച വ്യക്തികളിൽ, പ്രത്യേകിച്ച് 2010-ന് ശേഷം ജനിച്ച കുട്ടികളിൽ അത് കുറച്ചുകൂടെ പ്രൊണൗൺസ്ഡ് ആയിട്ടുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ എൻ്റെയും താങ്കളുടെയൊക്കെ കൗമാരം അല്ലെങ്കിൽ കോളേജ് വിദ്യാഭ്യാസകാലം നമുക്ക് ഏറ്റവും സന്തോഷം തന്നിരുന്ന സംഗതി എന്തായിരുന്നു ഒന്ന് ആലോചിച്ചാൽ? ഫ്രണ്ട്ഷിപ്പ്. തീർച്ചയായിട്ടും കൂട്ടുകാരോടൊപ്പം സമയം ചെലവിടുക. അത് അവരോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുന്നതായാലും സിനിമയ്ക്ക് പോകുന്നതായാലും യാത്രകൾക്ക് പോകുന്നതായാലും ഒന്നുമില്ലെങ്കിൽ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് സന്തോഷം തന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ എടുക്കുക, 2010-ന് ശേഷം ജനിച്ച കുട്ടികളെ തന്നെ എടുക്കാം. അവർക്ക് സൗഹൃദങ്ങൾ അത്ര അത്യാവശ്യമല്ല. അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ഒരു ഡിജിറ്റൽ ഉപകരണവും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ മണിക്കൂറുകളോളം ദിവസങ്ങളോളം അവർക്കിരിക്കാം, മറ്റാരോടും ഇടപെടാതെ. അപ്പോൾ ഇത് ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോമിലേക്ക് ഈ കുട്ടികളെ നയിക്കുന്നു. കാരണം അവർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ സൗഹൃദങ്ങൾ ആവശ്യമില്ല. അവരൊരു പക്ഷേ ചാറ്റിങ്ങിലൂടെ വെർച്വൽ സൗഹൃദങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, മറ്റു പലതും അവർ ചെയ്യുന്നുണ്ട് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ. പക്ഷേ നമുക്ക് അറിയാം, നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുള്ള ചില പ്രതിസന്ധികൾ നമ്മൾ മനസ്സിലാകും. ഒരുപക്ഷെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ചില സാഹചര്യങ്ങളായിരിക്കും. അവിടെ നമ്മൾ ചില ഇടപെടലുകൾ നടത്തും, അല്ലെങ്കിൽ നമ്മളെ ചില ഐഡിയാസ് പറയും. അപ്പോൾ അതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിരുന്നു. ഈ സൗഹൃദങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ, ഒരു അനുഭവാത്മക പഠനം. അതിൽ നിന്ന് നമ്മൾ സാധാരണ ഒറ്റയ്ക്ക് ജീവിച്ചാൽ കിട്ടാത്ത പല അനുഭവങ്ങളും ഈ സൗഹൃദങ്ങളിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് സഹായിച്ചിട്ടുണ്ട്. അതിന് പറ്റാത്ത തരത്തിലുള്ള ഒരു സോഷ്യൽ ഐസൊലേഷനിലേക്ക് വലിയൊരളവ് ഈ ഡിജിറ്റൽ വിപ്ലവം കുട്ടികളെ നയിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഉറക്കത്തിൻ്റെ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തെ കൗമാരപ്രായക്കാർ അവരൊക്കെ 8 മണിക്ക് മുമ്പ് ഉറങ്ങിയിരുന്നു. കാരണം അന്ന് വൈദ്യുതി ഇല്ല, മണ്ണെണ്ണയ്ക്ക് വലിയ വിലയാണ്, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ സമയമാണ്. ഒരു 7:30 ആകുമ്പോൾ കുട്ടികളെ ഉറക്കും, മുതിർന്നവർ 8 മണിക്ക് ഉറങ്ങും. കാരണം അത് കഴിഞ്ഞ് ഉണർന്നിരുന്നിട്ടൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ രാവിലെ 4 മണിക്ക് ഉണരും. കാർഷിക വൃത്തിയാണ് പ്രധാന വരുമാന മാർഗ്ഗം, അങ്ങോട്ടേക്ക് ആക്റ്റീവാകും. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും എല്ലാവരും ആക്റ്റീവായി കഴിഞ്ഞു. ഇതായിരുന്നു അന്നത്തെ ഒരു രീതി. ഒരു 60-കൾ 70-കളൊക്കെ ആയപ്പോഴേക്കും വൈദ്യുതിയൊക്കെ വ്യാപകമായി വന്നപ്പോൾ ഉറങ്ങുന്ന സമയം കുറച്ചുകൂടെ അങ്ങോട്ട് അഡ്വാൻസ്ഡായി, ഒരു 10 മണി. പക്ഷെ അപ്പോഴും 10 മണി കഴിഞ്ഞ് ഒരാൾ ഉണർന്നിരുന്ന് കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് അയാൾക്കെന്നുള്ള തരത്തിലുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥയെടുക്കുക, ഇന്നത്തെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികൾ, അവരുടെയൊക്കെ ഒരു പ്രായത്തിൽ ഒരു ശരാശരി 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇടയ്ക്കാണ് പലരും ഉറങ്ങുന്നത്. കാരണം രാത്രിയിൽ അവർ ഓൺലൈൻ ഗെയിമുകൾ കളിക്കും. അത് പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. 10 മണിക്ക് കിടക്കയിൽ പോയി 3 മണിക്ക് ഉറങ്ങുന്ന ആളുകളാണ് കൂടുതൽ. മാത്രമല്ല ചിലപ്പോൾ മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അവരുടെ സമയമായിട്ട് ക്രോഡീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഈ 3-നും 4-നും ഇടയ്ക്കാണ് ഇപ്പോഴത്തെ ഉറക്കത്തിൻ്റെ ഒരു സമയം. അങ്ങനെ വരുമ്പോൾ എന്നാൽ പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ സമയം മാറ്റിയിട്ടുമില്ല. കോളേജ് 8 മണിക്കോ 9 മണിക്കോ ഒക്കെ പ്രവർത്തനമായിരുന്നു. സാർ, ഇതിനോട് ചേർത്ത് ഞങ്ങളോടൊരു അധ്യാപിക പറഞ്ഞതാണ് കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എന്ന്. തീർച്ചയായിട്ടും. കാരണം രാത്രിയിൽ ഉറക്കം ആവശ്യത്തിന് കിട്ടുന്നില്ല, സ്ലീപ്പ് ഡിപ്രൈവേഷൻ. അപ്പോൾ ഈ സ്ലീപ്പ് ഡിപ്രൈവേഷൻ കൊണ്ട് എന്താ പ്രശ്നങ്ങൾ? ഉറക്കം കൊണ്ട് 2 പ്രധാന ദൗത്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പകൽ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തലച്ചോറിൽ അടുക്കി വെക്കുന്നൊരു പ്രക്രിയ, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി. ഇത് ഉറക്കത്തിൻ്റെ സമയത്താണ് നടക്കുന്നത്. ഒരു 6 മണിക്കൂർ ഉറക്കമുണ്ടെങ്കിൽ ഒരു ശരാശരി മനുഷ്യന് ഈ കൺസോളിഡേഷൻ നടക്കും. അപ്പോൾ ഈ ഉറക്കം കുറയുമ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ പലതും ഓർമ്മ വരുന്നില്ല, ഒരു അക്കാഡമിക് പിന്നാക്കാവസ്ഥയ്ക്ക് അത് കാരണമാവുന്നു. 2, ഈ പകൽ സമയത്ത് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് വരുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ് മെറ്റീരിയൽസ്, അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്, പുറന്തള്ളുന്നത്, വിസർജിക്കുന്നത് രാത്രിയിൽ ഉറക്കത്തിൻ്റെ സമയത്താണ്. ഇതിന് ഒരു 6 മണിക്കൂർ ഉറക്കം വേണം. ഈ 6 മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ ബ്രെയിൻ സെൽസിൽ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പകൽ സമയത്ത് ഉറക്കം തൂങ്ങുന്നു, മന്ദത, ക്ഷീണം, ശ്രദ്ധക്കുറവ്,
ശരീരത്തിന് അസ്വസ്ഥതകൾ, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഈ ഉറക്കക്കുറവ് തന്നെയാണോ കുട്ടികളുടെ മൂഡ് സ്വിങ്സിനെയും ബാധിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഉറക്കക്കുറവ് നമ്മുടെ വൈകാരിക അവസ്ഥയെ ബാധിക്കും. പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് സങ്കടം, പെട്ടെന്ന് നിരാശപ്പെടുക, പെട്ടെന്ന് വെപ്രാളം വരിക, ഈ അവസ്ഥ. പിന്നെ ഇതിനോടൊപ്പം മറ്റ് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നത്തെ കുട്ടികളെല്ലാം വളരെ ഹ്രസ്വമായ മെറ്റീരിയലാണ് വിഷ്വൽ മീഡിയയിൽ പോലും കാണുന്നത്. റീൽസ്, ഷോർട്സ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ ഗെയിംസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ചടുലമായ ദൃശ്യങ്ങളാണ്, നിമിഷാർത്ഥം കൊണ്ട് മിന്നിമായുന്ന ദൃശ്യങ്ങൾ. അത് കണ്ടുകൊണ്ടിരിക്കാൻ ഫോക്കസ് ചെയ്യാൻ ആവശ്യമില്ല. അപ്പോൾ അവരുടെ തലച്ചോറ് ഈ വേഗതയുമായിട്ട് സമരസപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള അവർ വന്നിട്ട് ഈ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ ഈ സാധാരണ വേഗതയിലുള്ള ഒരു ക്ലാസ്സുമായിട്ട് അവർക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റില്ല. ഇതാണ് അവരുടെ മൂന്നാമത്തെ പ്രശ്നം, അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ. ശ്രദ്ധക്കുറവിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ മൂന്ന് അവസ്ഥകളും സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞ ഈ സാമൂഹ്യമായ വിച്ഛേദനം, ഉറക്കമില്ലായ്മ, ശ്രദ്ധക്കുറവ്, ഈ മൂന്ന് കാര്യങ്ങളും സ്വാഭാവികമായി അടുത്തൊരു ലെവലിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു അഡിക്ഷൻ്റെ അവസ്ഥയിലേക്കാണ്. രണ്ട് തരം അഡിക്ഷൻസ് വരാം. ഒന്ന്, ഈ മൊബൈൽ പോലത്തെ ഗാഡ്ജറ്റ്സ് ഒരു അഡിക്ഷനായി മാറുന്ന ഒരവസ്ഥ വരാം. ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയും. അത് ഓൺലൈൻ ഗെയിം ആകാം, മറ്റു പലതും ആകാം, ചാറ്റിംഗ് ആകാം, ഡേറ്റിംഗ് ആപ്പുകളാവാം, പലതും ഒരു അഡിക്ഷനായി. സ്വാഭാവികമായിട്ട് ഇത്തരം അഡിക്ഷനിലേക്ക് പോകുന്ന ആളുകൾ ലഹരി വസ്തുക്കളിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഡാർക്ക് വെബ് പോലെയുള്ള പല സാധ്യതകളിലൂടെ ലഹരി വസ്തുക്കൾ ലഭിക്കാനുള്ള പുതിയ മാർഗങ്ങളെക്കുറിച്ച് ഇവർ മനസ്സിലാക്കാനും അത് പരീക്ഷിക്കാനും. അപ്പോൾ ഈ 4 പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ പാർശ്വഫലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ ഒരു അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ. ഇവിടെ അധ്യാപകർ പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ ശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഒരു സ്കൂളിലോ ഒരു വല്ലതും ക്ലാസ് എടുക്കാൻ പോയാൽ ഓരോ 5 മിനിറ്റ് ഇടവിട്ടൊരു തമാശ പറയണം, ഓരോ 10 മിനിറ്റ് ഇടവിട്ടൊരു കഥ പറയണം. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ അവർ നിൽക്കൂ, അവരുടെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ പറ്റും. ബെൽ കർവ് ഇങ്ങനെ എപ്പോഴും അപ്പ് ഡൗൺ ആക്കി കൊണ്ടുപോകും. തീർച്ചയായിട്ടും. എങ്കിൽ മാത്രമേ അവർ അവരുടെ അറ്റൻഷനെ സസ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊരവസ്ഥയുണ്ട്. സാർ, ഈ പറഞ്ഞതിനോട് ചേർത്ത് ഒരു 2 കാര്യങ്ങൾ, അതും അനുഭവത്തിൽ നിന്ന് വന്നതാണ്. ഒന്ന്, പല രക്ഷിതാക്കളുടെയും ഒരു ചോദ്യം ഇതായിരുന്നു. അതായത് ഈ കുട്ടിക്ക് സൊസൈറ്റിയിലുള്ള ഒരു ഫ്രണ്ട്സായിട്ടും കണക്ട് ചെയ്യാൻ താല്പര്യമില്ല, ആരെയും അവർക്ക് വേണ്ട, ആരുടെ അടുത്ത് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയാൽ പോലും 1 മിനിറ്റോ 2 മിനിറ്റോ കഴിയുമ്പോഴത്തേനും അവരോട് നിന്ന് ബാക്ക് ഔട്ട് ചെയ്യുന്നു. പക്ഷേ അതേ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പിനോടൊരു വിമുഖതയുള്ളതായിട്ട് തോന്നുന്നില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ജീവനുള്ള മനുഷ്യരോട് എന്താണ് ഇത്ര വലിയൊരു വിമുഖത കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? ഇതൊരു എന്തെങ്കിലും ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ്. ഈ 2 തരം ആശയവിനിമയങ്ങളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ മുഖാമുഖം സംസാരിക്കുമ്പോൾ എൻ്റെ മുഖഭാവം, എൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു വൈകാരിക പ്രകടനം വന്നാൽ താങ്കൾക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഞാൻ മുഖത്തൊരു പുച്ഛഭാവം വന്നാൽ അങ്ങേക്ക് മനസ്സിലാവും. ഞാൻ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെങ്കിൽ മനസ്സിലാവും. മാത്രമല്ല, ഈ വോയിസിൻ്റെ മോഡുലേഷൻ ഈ വൈകാരിക പ്രകടനത്തിന് വളരെ സഹായകമായൊരു കാര്യമാണ്. പിന്നെ ശരീരഭാഷ തന്നെ. അപ്പോൾ ഇത് ഒരു മെനക്കെട്ട പണിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളത് കുട്ടിക്കാലം തൊട്ടത് ഇതങ്ങ് ശീലിച്ചു വന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും സാങ്കേതിക വശങ്ങളൊന്നും അറിയുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നു, നമുക്ക് പരിചയമുള്ള ആളുകളോട് സന്തോഷത്തോടെ സംസാരിക്കുന്നു, അവരിങ്ങോട്ട് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ചിരിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു, അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നു. അവരൊരു പ്രയാസമുള്ളൊരു കാര്യം പറയുമ്പോൾ നമ്മുടെ മുഖത്തൊരു സീരിയസ് എക്സ്പ്രഷൻ വരുന്നു. ഇതെല്ലാം അനുഭവങ്ങളിലൂടെ നമ്മൾ സ്വായത്തമാക്കിയ കുറേ സ്കിൽസാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ സാധാരണഗതിയിൽ ഒരു വീഡിയോ കോൾ അല്ലെങ്കിൽ മുഖം കാണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ചാറ്റിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഭൂരിപക്ഷം സമയവും. അതിൽ വോയിസ് മോഡുലേഷനും പ്രസക്തമല്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലുള്ള കുറേ ആശയങ്ങൾ വരുന്നു. ഇത് അവതരിപ്പിക്കുന്ന രീതി മറുവശത്തുള്ള ആളിന് മനസ്സിലാവുന്നില്ല. നമ്മുടെ ശബ്ദക്രമീകരണമായാലും നമ്മുടെ മുഖഭാവമായാലും നമ്മുടെ ശരീരഭാഷയിലും നമ്മൾ ഇടയ്ക്ക് കോട്ടുവായി ഇടുന്നുണ്ടോ ഇതിനിടയിലെന്നുള്ളത് ഒന്നും അപ്പുറത്ത് വരുന്നില്ല. അപ്പോൾ ജഡ്ജ് ചെയ്യപ്പെടാതെ, കാരണം ഇപ്പം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത അപ്പുറത്തുള്ള ആളിനെ നമ്മളെ ജഡ്ജ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ യുവതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ജഡ്ജ് ചെയ്യുന്നു, അല്ലേ? പേരൻസ് ഞങ്ങളെ ജഡ്ജ്മെൻറ്റിലാവും. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിനുള്ള സാധ്യത അല്പം കൂടെ കുറവാണ് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ. അതുകൊണ്ടാണ് അവർ അതിലോട്ട് കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത്. മാത്രമല്ല, ദൂരസ്ഥലത്തുള്ള ഒരാളാണ്, നമ്മളെന്നും കാണുന്ന ഒരാളല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ യാഥാർത്ഥ്യങ്ങൾ അയാൾക്കറിയില്ല. നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, ഒരു മാസ്ക് ഇടാൻ പറ്റും. നമുക്ക് പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടുന്നു, നമ്മൾ ഒരു ബുദ്ധിമാനാണോ, ഇതൊന്നും അറിയില്ല.
അപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മളെ അവിടെ പ്രസൻറ്റ് ചെയ്യുന്ന അത് മനസ്സിലാക്കി അയാൾ നമ്മളോട് ഇടപെടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞൊരു മാസ്കിൻ്റെ ഒരു സാധ്യതയും ജഡ്ജ് ചെയ്യപ്പെടാതിരിക്കാനുള്ള സാധ്യത, അതാണ് അവരെ ഇതിലോട്ട് ആകർഷിക്കുക. പറഞ്ഞാൽ എന്നെ മറ്റുള്ളവരെ ഏത് രീതിയിൽ കാണണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ പറ്റും എന്നുള്ളൊരു ഫ്രീഡം നമുക്ക് തരുന്നതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ വ്യാപകമാവുന്നത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം ഈ ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ സാർ പറഞ്ഞൊരു 6 മണിക്കൂറെങ്കിലും ഒരു മനുഷ്യന് കൃത്യമായിട്ട് ഉറങ്ങാൻ സാധിച്ചാലേ ഈ ടോക്സിസിറ്റി എല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോവുള്ളൂ. പലപ്പോഴും കേൾക്കുന്നൊരു മറുവാദമാണ്, വലിയ വലിയ ആളുകൾ, ബിസി ആയിട്ടുള്ള ആളുകൾ 4 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂല്ലോ, എന്നിട്ടും അവർ സക്സസ്ഫുൾ ആയില്ലേ. ഇത് കുട്ടികൾ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്നുണ്ട്. പക്ഷേ ചില രക്ഷാകർത്താക്കളും ഇതിനോട് ചേർന്ന് നിന്ന് പറയാറുണ്ട്, പരീക്ഷാ കാലത്ത് ഒരു 4 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ 8 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണോ? അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ശരാശരി മനുഷ്യനിൽ, ഫോർ ആൻ ആവറേജ് ഹ്യൂമൻ ബീങ്. എക്സെപ്ഷണൽ ഹ്യൂമൻ ബീങ്സ് ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, ഇപ്പം ശകുന്തള ദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ 26 ഡിജിറ്റുള്ള സാധനം ഗുണിച്ച് പറയുന്ന വ്യക്തികളുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള അസാമാന്യ പ്രതിഭകളും അസാമാന്യ വ്യക്തിത്വങ്ങളും ഒക്കെ മനുഷ്യവംശത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരാണ് ഈ പറയുന്ന തരത്തിൽ, കാരണം ഇപ്പോൾ ഈ 3 മണിക്കൂറും 4 മണിക്കൂറും ഉറങ്ങുന്നവർ ഒരു പക്ഷേ രാഷ്ട്രത്തലവന്മാരായിരിക്കാം, അല്ലെങ്കിൽ വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമകളായിരിക്കാം. അവർ ലൈഫിൽ ഒരുപാട് സംഗതികൾ പടവെട്ടി മുകളിൽ കയറി എത്തിയ ആളുകളാണ്. അപ്പോൾ അവരുടെ റെസിലിയൻസ്, അതിജീവന ശേഷി സാധാരണ ആളുകളെക്കാൾ അല്പം കൂടുതലായിരിക്കും. എങ്കിലേ ആ ഒരു പൊസിഷനിലേക്ക് അവരെത്താൻ പറ്റും. അപ്പോൾ അവരെ കണ്ടുകൊണ്ട് നമ്മൾ അവരെ പോലെയാണ് എന്നങ്ങ് ധരിക്കണ്ട. നമ്മളുടെ ഇടയിൽ അത്തരം സ്കിൽസ് ഉള്ള ആളുകൾ കാണും, ഉണ്ടായേക്കാം. അത് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു 3 മണിക്കൂർ ഉറങ്ങിയിട്ട് നമുക്ക് കുഴപ്പമൊന്നും പറ്റുന്നില്ല, നമുക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നു, ആളുകളോട് ഇടപെടുന്നതിൽ കുഴപ്പമില്ല, ഓർമ്മയിൽ പ്രശ്നമില്ല, എങ്കിൽ നമുക്ക് ആ ട്രാക്കിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ബയോളജി ആ രീതിയിലാണ്. പക്ഷെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യരിലും ഈ പറഞ്ഞ പോലെ ഒരു 6 മണിക്കൂർ ഉറങ്ങുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. അത് പരീക്ഷയുടെ തലേന്നും 6 മണിക്കൂർ ഉറങ്ങുന്നതാണ് നല്ലത്. കാരണം എങ്കിലേ തലേന്ന് വൈകിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തലച്ചോറിൽ പതിയുകയുള്ളൂ. അത് കൃത്യമായിട്ട് റീകോൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതെ. അതുകൊണ്ടാണ് ആ ഒരു സംഭവം പറഞ്ഞത്. ഇപ്പോൾ തന്നെ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അടുത്ത കാലത്തൊരു പഠനം പ്രസിദ്ധീകരിച്ചു. 7 തൊട്ട് 9 മണിക്കൂർ ഉറക്കം കൃത്യമായി രാത്രിയിൽ കിട്ടുന്ന 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ഹൃദയാഘാത സാധ്യത ഗണ്യമായിട്ട് കുറയുന്നു. ഫിസിക്കലി പോലും അത് ഇമ്പാക്ട്ഫുൾ ആണ്. കാരണം ഈ ഉറക്കം കുറയുമ്പോഴത്തേക്ക് ശരീരത്തിൽ ചില പ്രത്യേക രാസവസ്തുക്കളുടെ ഉൽപ്പാദനം കൂടും. ഇപ്പോൾ കാറ്റക്കോളമൈൻസ്, അഡ്രീനാലിൻ, നോറഡ്രിനാലിൻ, അപ്പോൾ ഇത് രക്തസമ്മർദ്ദം കൂട്ടും. അതുപോലെ സ്റ്റിറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന ചില രാസവസ്തുക്കൾ, ഹോർമോൺസ്, അതിൻ്റെ അളവ് കൂടും. ബ്ലഡ് ഷുഗർ കൂട്ടും. അപ്പോൾ ഇതെല്ലാം കൂടുമ്പോൾ സ്വാഭാവികമായി ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും, ഹൃദയാഘാതത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ 7 മണിക്കൂർ ഉറക്കം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹോർമോണുകളുടെ ഉൽപ്പാദനം കുറയ്ക്കാം. അത് രക്തസമ്മർദ്ദമായാലും പ്രമേഹമായാലും ഹൃദ്രോഗമായാലും നിയന്ത്രിക്കാൻ സഹായകമാവും. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. പഠനത്തിന് മാത്രമല്ല, ആയുർദൈർഘ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പോലും ഈ ഉറക്കം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. എക്സെപ്ഷണൽസിനെ കൂട്ടുപിടിക്കുന്നതിനേക്കാളും ശരാശരിയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത്. നിങ്ങളൊരു എക്സെപ്ഷണൽ ആണ് എന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ചുറ്റുമുള്ള ആളിനും ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ ബഹുഭൂരിപക്ഷവും നേരത്തെ പറഞ്ഞ ശരാശരി മനുഷ്യർ തന്നെയാണ്. മറ്റൊരു ചോദ്യമുള്ളത്, ഈ കേരളത്തിൻ്റെ ഒരു നമ്മൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളതും പാരൻസ് കുറേയൊക്കെ എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിട്ടുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഡിജിറ്റൽ എക്സ്പോഷർ കൂടുതൽ അവർക്ക്. ഇപ്പം തന്നെ രക്ഷാകർത്താക്കൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കൊച്ചിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരു മൊബൈൽ എടുത്ത് വെച്ച് അവനിഷ്ടപ്പെട്ട ഡോറേനെയോ അല്ലെങ്കിൽ സൂപ്പർമാനെയോ ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊച്ചു ഭക്ഷണം കഴിക്കും. ഇതിൻ്റെ ഒരു ദൂരവ്യാപക ഫലം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇംപ്ലിക്കേഷൻ എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണോ അതോ അവർക്കൊരു ഇതിൻ്റെ അകത്ത് അവർക്കൊരു അവയർനെസ് ആവശ്യമുണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു രംഗത്തുള്ളൊരു എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ ഇതിനെങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഹെൽത്തി സ്ക്രീൻ ടൈം, ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം എന്നൊരു സങ്കല്പമുണ്ട്. അത് പല അന്താരാഷ്ട്ര ശാസ്ത്രീയ സമിതികളും കൃത്യമായിട്ട് നിർണ്ണയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമേരിക്കൻ പീഡിയാട്രിക് അസോസിയേഷൻ അവർ പറഞ്ഞിട്ടുള്ള സംഗതി, 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നോ സ്ക്രീൻ, ഒരു ദൃശ്യമാധ്യമവും കാണിക്കാതിരിക്കുക. കാരണം ഒരു തരത്തിലുള്ള ദൃശ്യമാധ്യമം. കാരണം നമുക്ക് തന്നെ അറിയാം, എത്ര വയസ്സ് തൊട്ടുള്ള ബാല്യകാല അനുഭവങ്ങൾ ദൃശ്യങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്. 2 വയസ്സ് വരെയുള്ള വല്ലതും ഓർമ്മയുണ്ടോ? ഇല്ല.
വീട്ടുകാർ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഓർമ്മയുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം കാണുന്നതൊന്നും തലച്ചോറിൽ പതിയുകയോ ഒരു ലേണിംഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുന്നില്ല. അത് കുറച്ച് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. കാരണം അതിവേഗത്തിലുള്ള ചില കാർട്ടൂൺസൊക്കെ കാണുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനും ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികൾ പോകാനുമുള്ള സാധ്യതയാണ് കൂടുന്നത്. അതുകൊണ്ട് 2 വയസ്സ് വരെ മൊബൈൽ കൊടുക്കാതിരിക്കുക, ഒരു സ്ക്രീൻ ഡിവൈസും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വെളിയിലോട്ട് കൊണ്ടുപോയി, ജനലിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി അവിടെ കിളികളും മരങ്ങളും ഇതൊക്കെ ഒന്ന് കാണിച്ചു. പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, അതെ, ഈ മൊബൈൽ ഇല്ലാത്ത കാലത്ത് അങ്ങനെ ആയിരുന്നു. കാണിച്ച് ഭക്ഷണം തരുന്ന കാലമാണ്. ഒരു 5 മിനിറ്റ് വൈകും. ഈ മൊബൈൽ കാണിക്കുമ്പോൾ പറ്റുന്ന അത്രയും ഫാസ്റ്റായിട്ട് പറ്റില്ല. ഒരു 5 മിനിറ്റ് സമയം എടുക്കുന്നേ ഉള്ളൂ. ആ ഒരു 5 മിനിറ്റ് സമയം നമ്മൾ മെനക്കെടുത്താൻ തയ്യാറായാൽ അവർ ഭക്ഷണം കഴിക്കുക തന്നെ പറ്റും. ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുപോകാം. ഇനി 2 വയസ്സ് കഴിയുമ്പോൾ ചെറിയ തോതിൽ ഈ സംഗതി ഒന്ന് എക്സ്പോസ് ചെയ്യാം. കാരണം അവർ മുതിർന്ന് വരുന്ന മുറയ്ക്ക് ഇതെന്തായാലും ഒരു പരിചയപ്പെടുക തന്നെ ചെയ്യും. ഒരു 2 to 3 ഇയേഴ്സിൽ 30 മിനിറ്റാണ് ഹെൽത്തി സ്ക്രീൻ ടൈം പറയുന്നത്. ഫുൾ ഡേയിൽ കിട്ടുന്ന ഒരു ഫുൾ ഡേയിൽ 30 മിനിറ്റ്സ്. ആ 30 മിനിറ്റ്സിൽ തന്നെ ഈ കാർട്ടൂൺ പോലെ ചടുലമായ ദൃശ്യങ്ങൾ ഒരു 15 മിനിറ്റിൽ കൂടരുത്. കാരണം കാർട്ടൂൺ മാത്രമല്ല ദൃശ്യമാധ്യമം, അല്ലാത്തതുമുണ്ട് എന്നൊരു ധാരണ കുട്ടിക്ക് വരുന്നതിനാണ്. 3 മുതൽ 5 വയസ്സ് വരെ മാക്സിമം 1 ഹവറാണ് അലവബിൾ സ്ക്രീൻ ടൈം. ആ 1 ഹവറിൽ 30 മിനിറ്റിൽ കൂടരുത് കാർട്ടൂണുകളുടെ സാന്നിധ്യം. 6 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ മാക്സിമം സ്ക്രീൻ ടൈം ഫോർ ഓൾ പർപ്പസസ് ഇൻ എ ഡേ ഇസ് 2 hours, ഇൻക്ലൂഡിങ് എഡ്യൂക്കേഷൻ. എല്ലാം. അല്ലാതെ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാര്യം 2 മണിക്കൂർ ചാറ്റ് ചെയ്യാൻ, 2 മണിക്കൂർ ഗെയിം കളിക്കാൻ, 2 മണിക്കൂർ പഠിക്കാൻ, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് 2 മണിക്കൂർ അത് നമുക്ക് ക്രമീകരിക്കാം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറും വിനോദ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂറും എന്നുള്ള രീതിയിലൊക്കെ നമുക്കത് ക്രമീകരിക്കാം. മാത്രമല്ല, നമ്മൾ കിടക്കാൻ ഉദ്ദേശിക്കുന്നതിന് 1 മണിക്കൂറെങ്കിലും മുൻപേ ഈ ദൃശ്യമാധ്യമങ്ങൾ അണച്ചു വയ്ക്കുകയും വേണം. നേരത്തെ പറഞ്ഞ സ്ലീപ്പ് ഡിപ്രൈവേഷൻ ഇന്നത്തെ തലമുറയെ ബാധിക്കുന്നൊരു വലിയ ആരോഗ്യ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഈ മൊബൈൽ കണ്ടുകൊണ്ട് അതിൽ റീൽസും ഷോർട്സും കണ്ടുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ ശ്രമിച്ചാൽ ഇതിൽ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ തലച്ചോറിലൊരു പീനിയൽ ഗ്ലാൻഡ് ഉണ്ട്. പീനിയൽ ഗ്ലാൻഡ് ഒരു മെലാറ്റോണിൻ എന്നൊരു കെമിക്കലിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് സ്വാഭാവികമായ ഉറക്കത്തിലേക്ക് നമ്മുടെ തലച്ചോറിനെ നയിക്കുന്നത്. ഈ മെലാറ്റോണിൻ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുകയാണ് ഈ ഡയറക്റ്റായിട്ട് കണ്ണിലേക്ക് അടിക്കുന്ന ലൈറ്റ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് അത്രത്തോളം പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ 10 മണിക്ക് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ 9 മണിയോടെ മൊബൈലടക്കം എല്ലാ ദൃശ്യമാധ്യമങ്ങളും മാറ്റിവെക്കുക. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർക്കും ഇത് ബാധകമാണ്. കാരണം സ്ലീപ്പ് ഹൈജീൻ, നിദ്രാശുചിത്വം എന്ന് പറയും. അതിലെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് ഈ കിടക്കുന്നതിന് തൊട്ട് മുൻപ് 1 മണിക്കൂർ ഈ ദൃശ്യമാധ്യമങ്ങൾ ഒഴിവാക്കുക. ഇതങ്ങ് കൃത്യമായിട്ട് പാലിച്ചു പോയാൽ ഈ ദൃശ്യ ഉപയോഗം മൂലമുള്ള ദൂഷ്യഫലങ്ങൾ കുട്ടികൾക്ക് വരില്ല. ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലേ നമ്മൾ ഈ കാർട്ടൂൺസ് കാണിക്കുകയാണ്. അപ്പോൾ കാർട്ടൂണുകൾ നമുക്കറിയാം അതിവേഗതയിലുള്ള കാർട്ടൂൺസാണ്, ചടുലമാണ്. മണിക്കൂറുകളോളം കുട്ടി അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധ കൂടുകയാണെന്നാണ്. വാസ്തവമല്ല. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഒട്ടും ശ്രദ്ധ ആവശ്യമില്ല. ഇത് ഞാനൊന്ന് ഇടയിൽ കയറിയത് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചെയ്തുകൊണ്ടാണ്. പല മാതാപിതാക്കളും പറയാറുണ്ട്, ഈ കുട്ടി കാർട്ടൂൺ കൊണ്ടു തുടങ്ങിയതിന് ശേഷം കുട്ടിയുടെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. അത് യാഥാർത്ഥ്യമാണോ അതോ അവരുടെ തോന്നൽ മാത്രമാണോ? ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും. ജാപ്പനീസ് കാർട്ടൂണാണ് കാണുന്നതെങ്കിൽ ജാപ്പനീസ് പറയാൻ തുടങ്ങും. കൊറിയൻ കാർട്ടൂണാണ് കാണുന്നത്, കൊറിയൻ പറയാൻ തുടങ്ങും. ഇപ്പോൾ കോവിഡ് സമയത്ത് അത് കണ്ടതാണ് നമ്മൾ. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കൊച്ചുകുട്ടികളെ 4-5 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുവന്നു. കാരണം കോവിഡ് സമയത്ത് 2-3 വയസ്സൊക്കെ ആയിരുന്ന 2 കൊല്ലം ഈ ഡിജിറ്റൽ ലോകത്തിലേക്ക് തളയ്ക്കപ്പെട്ട കുട്ടികളാണ്. ഇവർ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല, മറ്റു കുട്ടികളുമായിട്ട് ഒരു മുഖം കൊടുക്കുന്നില്ല. ഇവർക്ക് ഓട്ടിസമാണോ? അപ്പോൾ ആ സമയത്താണ് വെർച്വൽ ഓട്ടിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഗതി വന്നത്. വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഈ അമിതമായ ഡിജിറ്റൽ എക്സ്പോഷർ മൂലം ആ ലോകത്തിലേക്ക് അങ്ങ് ചുരുങ്ങിപ്പോകുന്ന കുട്ടികളാണ്. അപ്പോൾ ഇതിൽ വേറൊരു പ്രശ്നം കൂടെയുണ്ട്. ഈ ജാപ്പനീസ് ഭാഷയാണ് കുട്ടി കാണുന്ന കാർട്ടൂണിൽ. വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് തമിഴ് സംസാരിക്കുന്ന സ്ത്രീ, വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്ന മലയാളം, ഓൺലൈൻ ട്യൂഷനുള്ളത് ഇംഗ്ലീഷ്. അപ്പം ശരിക്കും പല ഭാഷകൾ ഇങ്ങനെ വരുമ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് സ്വീകരിക്കും. ഈ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്, ഭാഷാ സംബന്ധമായ ബുദ്ധി കൂടുതലുള്ളവർ ചിലപ്പോൾ ഇതെല്ലാം ക്യാപ്ചർ ചെയ്തേക്കും. മറ്റേ കുട്ടികൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇതെല്ലാം കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ വന്നിട്ട് അവർ മിണ്ടാതെയാകും, ഒന്നും മിണ്ടാതെയാകും. അപ്പോൾ നമ്മൾ അവർക്കെല്ലാം, ഈ മാതാപിതാക്കൾക്കെല്ലാം കൊടുത്തൊരു നിർദ്ദേശം, നാട്ടിലേക്ക് വിടുക കുട്ടിയെ. നാട്ടുപുറത്ത് മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ കൂടെ ഒരു 6 മാസം മൊബൈലൊന്നും കൊടുക്കാതെ അവരെ
സമപ്രായക്കാരെ കുട്ടികളുമായിട്ടൊക്കെ കളിച്ച് ഏതെങ്കിലും ഒരു ഭാഷ സംസാരിച്ച് ഇടപെടാൻ സമയം കൊടുക്കുക. 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടികൾ മണിയായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു, മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ തുടങ്ങുന്നു, ഒരു മലയാളത്തിൽ സംസാരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭാഷാ സ്വാധീനം കൂട്ടും. പക്ഷേ മാതാപിതാക്കൾക്ക് പോലും ആ കുട്ടിയോട് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഭാഷാ സ്വാധീനമായി വന്നാൽ കുട്ടിയുടെ തീർച്ചയായിട്ടും കുട്ടിയെ തുടർന്നങ്ങോട്ട് പേരൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വാസ്തവം. ഇതുപോലെ രക്ഷിതാക്കളുടെ വലിയൊരു ആശങ്കയാണ് കുട്ടികളുടെ ഒരു ഗെയിം അഡിക്ഷൻ. മൊബൈൽ ഗെയിമുകളിനോട് ഭയങ്കരമായിട്ടുള്ളൊരു അഡിക്ഷൻ. പണ്ടൊക്കെ കുട്ടികൾ പുറത്തു പോയി കളിക്കുന്നതായിരുന്നു അഡിക്ഷൻ. കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാത്തൊരവസ്ഥ. ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളെ എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് കളിക്കാൻ വിടാനായിട്ട് പാടുപെടുന്നുണ്ടിരിക്കുക. അപ്പം ഇവിടെ 2 കാര്യങ്ങളാണ് രക്ഷിതാക്കളുടെ ഒരു ആശങ്ക. ഒന്ന്, കുറച്ച് നേരം ഗെയിം കളിക്കുന്നതും അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുമോ, അല്ല ഇത് ഗെയിം എൻജോയ്മെൻറ്റിൽ നിന്ന് ഒരു ഗെയിം അഡിക്ഷനിലേക്ക് ഈ കുട്ടി എപ്പോൾ പോയി എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ പെട്ടെന്നൊരു മൊബൈൽ ഗെയിമിൽ അഡിക്റ്റഡ് ആയി പോകുന്നത്? ഈ മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞൊരു സംഗതി ഇപ്പോഴാണ് വന്നതെങ്കിലും പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതിൻ്റെ ചില മറ്റ് വകഭേദങ്ങളുണ്ട്. ഈ മിക്കി മൗസിൻ്റെ ചില സാധനം, ഡൊണാൾഡ് ഡക്ക്, അതൊക്കെ മണിക്കൂറുകളോളം കളിച്ചുകൊണ്ടിരുന്ന, അത് അത്യാവശ്യം സാമ്പത്തികമായി ഉന്നത നിലയിലൊക്കെയുള്ള വിദേശത്ത് മാതാപിതാക്കളൊക്കെയുള്ള കുട്ടികൾക്കേ അന്നത് കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് മണിക്കൂറുകളോളം കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളെ അന്നും നമ്മൾ അന്നും ഇത്രയും ഗ്രാഫിക്കലി കണക്റ്റഡ് ആയിരുന്നില്ല. ഇല്ല, എങ്കിലും ഇതിങ്ങനെ വെച്ചുകൊണ്ട് മണിക്കൂറുകളോളം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചടുലമായ ദൃശ്യങ്ങൾ അതിവേഗതയിലാണ് അത് പോകുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ തലച്ചോറിലുള്ള ചില രാസവസ്തുക്കൾ, പ്രത്യേകിച്ച് ഡോപ്പമിൻ എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഡോപ്പമിൻ വളരെയധികം ചർച്ചാ വിഷയമായൊരു കാര്യമാണ്. എല്ലാവരും ഡോപ്പമിനെ കുറിച്ച് പറയുന്നു. അപ്പം ഡോപ്പമിൻ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നിലനിൽക്കുന്ന ഒരു രാസവസ്തുവാണ്. അപ്പോൾ ആ ഡോപ്പമിൻ പ്ലഷർ അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കാൻ പ്രാപ്തമായൊരു സംഭവമാണ്. ഇപ്പോൾ ഡോപ്പമിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. എങ്കിലും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഡോപ്പമിൻ്റെ അളവ് സഡനായിട്ട് വർദ്ധിക്കാൻ ഇത് സഹായകമാവുന്നു. അത് ഈ ചടുലതയാണോ കാരണം, അതോ? ചടുലതയും അതിലെ ബാക്കിയുള്ള ദൃശ്യവിന്യാസങ്ങളും ഒക്കെയാണ്. ചടുലത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫാസ്റ്റ് പേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഡോപ്പമിൻ കൂട്ടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ നമുക്കറിയാം ഈ ഗുരുത്വാകർഷണ നിയമം പ്രകാരം ഈ പെട്ടെന്ന് കൂടുന്നതെല്ലാം പെട്ടെന്ന് താഴോട്ട് വന്നേ പറ്റൂ, നിവർത്തിയില്ല. അപ്പോൾ ഈ ഗെയിം കളിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത ബോറടി തോന്നും. കാരണം ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു വല്ലാത്ത സ്ലോനെസ്, ഒരു മന്ദത, ലൈഫിനൊരു കളറില്ലാത്ത പോലെയൊക്കെ തോന്നും വീണ്ടും ഇതിലോട്ട് പോകാൻ. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ നിരോധിച്ച ഒരു സംഗതിയൊന്നുമല്ല. ചില ആളുകൾ ദിവസവും 2 പെഗ് മദ്യം കഴിച്ചിട്ട് ഉറങ്ങുന്നവരുണ്ട്. ചിലരാഴ്ചയിൽ ഒരിക്കൽ വീക്കെൻഡ്സിൽ മദ്യപിക്കുന്നവരുണ്ട്. ചില പാർട്ടികളിൽ മാത്രം മദ്യപിക്കുന്നവരുണ്ട്. ചിലർ മദ്യപിച്ച് മുഴുവൻ സമയം ചലിക്കാൻ പോലും ആകാതെ റോഡരികിൽ കിടക്കുന്ന അവസ്ഥയിലുമുണ്ട്. എല്ലാവരും അഡിക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലേ? സ്വയം നിയന്ത്രിച്ച് ഉപയോഗിക്കുന്ന ഒരു വിഭാഗമുണ്ട്, മറ്റൊരു വിഭാഗം അഡിക്റ്റഡ് ആവുന്നുണ്ട്. അതുപോലെയാണ് ഈ ഗെയിമിൻ്റെ കാര്യം. പക്ഷേ ഈ മദ്യവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ചെറുപ്പത്തിൽ തന്നെ മദ്യത്തിൻ്റെ ഉപയോഗം തുടങ്ങിയ ആളുകൾ അഡിക്റ്റഡ് ആകാൻ സാധ്യത കൂടുതലാണ്. 12 വയസ്സിന് മുൻപേ മദ്യപാനം ശീലിച്ച ആളുകൾ അഡിക്റ്റഡ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ സ്വാഭാവികമായും 12 വയസ്സിന് മുൻപ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഈ 12 വയസ്സിൻ്റെ പ്രസക്തിയുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ്, ഗുണദോഷ യുക്തി വിചാരം എന്ന് പറഞ്ഞൊരു സംഗതി ഡെവലപ്പ് ചെയ്യുന്നത് 12 വയസ്സിലാണ്. അപ്പോൾ ഈ ഗുണദോഷ യുക്തി വിചാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലളിതമായിട്ട് പറയാം. പണ്ടൊക്കെ മധ്യ തിരുവിതാംകൂറിലൊക്കെ കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും ഒരു സംഗതി പറയുമായിരുന്നു. കുട്ടികളെ വളർത്തുമ്പോൾ പറയുന്നതാണ്, കള്ളം പറഞ്ഞാൽ കണ്ണുപൊട്ടും. ഒരു സത്യം പറയാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഒരുപാട് കാലം അത് ശരിയാണെന്ന് വിശ്വസിച്ച് നടന്നിട്ടുണ്ട് ഞങ്ങളൊക്കെ. പക്ഷെ ഒരു പ്രത്യേക പ്രായത്തിലാണ് ഇത് മനസ്സിലാവുന്നത് ഇത് ശരിയല്ല. ഏത് പ്രായത്തിലായിരിക്കാം. ഇപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞത്, അവൻ്റെ അച്ഛൻ ഒരു ഞായറാഴ്ച അവനോട് പറയുകയാണ്, ഇന്ന് ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വന്നാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം വീട്ടിൽ. അയ്യോ, അച്ഛൻ തന്നെ കള്ളം പറയാനായിട്ട് പറയുകയാണല്ലോ. കള്ളം പറഞ്ഞാൽ കണ്ണു പൊട്ടില്ലേ? ആരോ വന്ന് തട്ടുന്നു, കതവ് തുറന്ന് അച്ഛൻ പറഞ്ഞതാണല്ലോ, കേട്ടല്ലേ പറ്റും. അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറയുന്നത് വിശ്വസിച്ച ആൾ പോകുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ സ്വന്തം കണ്ണും പൊട്ടിയിട്ടില്ല, അച്ഛൻ്റെ കണ്ണും പൊട്ടിയിട്ടില്ല. ഒരു തിരിച്ചറിവ് വരികയാണ്. ഈ പറയുന്ന എല്ലാ വാചകങ്ങളും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് വികസിച്ച ശേഷമാണ് നമ്മൾ ഇത്തരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊരു വകതിരിവുണ്ടാവും. ഏത് ലെവലിൽ നിർത്തണം,
എവിടെ നമ്മൾ അവസാനിപ്പിക്കണം, എത്ര സമയം ഉപയോഗിക്കണം. പക്ഷേ അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള സമയത്താണ് നമ്മളിത് എക്സ്പോസ്ഡ് ആകുന്നതെങ്കിൽ നമുക്ക് ആ കൺട്രോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം മദ്യം ഭൂരിപക്ഷം ആളുകളും തുടങ്ങുന്നുണ്ടെങ്കിൽ 12 വയസ്സിന് ശേഷമാണ് ഭൂരിപക്ഷം ആളുകളും തുടങ്ങുന്നത്. കുറച്ച് പേരേ ഉള്ളതിന് മുൻപ് തുടങ്ങുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ഡിജിറ്റൽ സംഗതികൾ വളരെ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അഡിക്ഷൻ പോസിബിലിറ്റി കൂടുതലാണ്. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സെപ്ഷൻസ് എല്ലാത്തിനും ഉണ്ട്. ചില കുട്ടികൾ അവരുടെ തലച്ചോറിൻ്റെ ഒരു സവിശേഷത കൊണ്ട് ചെറുപ്പത്തിൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ പോലും കൃത്യമായിട്ട് ക്രമീകരിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് നിർത്തി പോകുന്നവരുണ്ട്. അങ്ങനെ നിങ്ങളുടെ കുട്ടി കൺട്രോൾഡായിട്ടൊരു 30 മിനിറ്റ്സിൽ ഇത് അവസാനിപ്പിച്ച് പോകുന്നുവെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഒരു തരത്തിലും ആ കുട്ടിയെ ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ നിയന്ത്രണമില്ലായ്മ, അതാണ് അതൊരു ഡിസോർഡറായി മാറുന്നു എൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. ലാക്ക് ഓഫ് കൺട്രോൾ. അരമണിക്കൂറിൽ ഇത് കളിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞ് തുടങ്ങി മണിക്കൂറുകളോളം ഇത് തുടരുകയാണ്. ഞാൻ ഇത്ര മണിക്ക് പഠിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അത് പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആഗ്രഹിച്ചിട്ടും പറ്റാത്ത അവസ്ഥ വരുന്നുവെങ്കിൽ അതൊരു ഡിസോർഡറായി, അതൊരു ബിഹേവിയറൽ അഡിക്ഷനായി മാറി അവിടെ ഇടപെടൽ ആവശ്യമാണെന്നർത്ഥം. അപ്പോൾ ശരിക്കും ഒരു രക്ഷിതാവിന് കുട്ടി ഗെയിം കളിക്കുന്നതിനേക്കാൾ ഉപരി ഗെയിം അഡിക്ഷനിലേക്ക് പോകുന്നുണ്ടോ എന്ന് തോന്നലുണ്ടാവേണ്ടത് ഈ ഒരു ഏരിയയിലാണ്. അതായത് കുട്ടി ആഗ്രഹിച്ചിട്ടും കുട്ടിക്ക് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ രക്ഷിതാവിന് അവിടെ ഇടപെടേണ്ട കാര്യം. കാരണം ഒരു ഇംഗ്ലീഷിൽ സേലിയൻസ് എന്നൊരു വാക്കുണ്ട്, SALIENCE. സേലിയൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് ഇത് മാറുന്നു. അല്ലെങ്കിൽ മറ്റൊരു കാര്യവും സന്തോഷം തരാതെയാകുന്നു. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതോ, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇടപെടുന്നതോ, പാട്ട് കേൾക്കുന്നതോ, സിനിമ കാണുന്നതോ ഒന്നും സന്തോഷം തരുന്നില്ല. ഈ സാധനം മാത്രമാണ് സന്തോഷം തരുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് അത് അഡിക്ഷനായി മാറും. ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇടപെടണം, അത് പരിഹരിക്കുകയും വേണം. അവിടെ ശരിക്കും ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഇൻ്റർവെൻഷൻ തന്നെ വേണ്ടി വരാറുണ്ട്. കാരണം മെഡിക്കൽ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മരുന്ന് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ, മനഃശാസ്ത്രപരമായിട്ടുള്ള ഇടപെടൽ വഴി കുറേ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ചിലർ പക്ഷേ ഈ മൊബൈൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അക്രമാസക്തരാകുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സാധനങ്ങളെടുത്ത് അച്ഛൻ്റെ അമ്മയുടെ തലയടിച്ച് പൊട്ടിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ലെവലിലേക്ക് പോയെങ്കിൽ അവിടെ ചിലപ്പം മരുന്നുകൾ വേണ്ടി വരും. കാരണം അവരുടെ ഈ ആത്മഹത്യാ പ്രവണതയും ഈ അക്രമവാസനയൊക്കെ ഒന്ന് കുറച്ചിട്ട് അതിനുശേഷമാണ് മനഃശാസ്ത്രപരമായ ഇടപെടലുകളിലൂടെ അവരെ ഒന്ന് മെയിൻ സ്ട്രീം ചെയ്യുന്നത്. പക്ഷേ ആ ലെവലിൽ പോയില്ലെങ്കിലും കുഞ്ഞിനിത് തിരിച്ച് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ച് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു എക്സ്പേർട്ട് ഇൻ്റർവെൻഷൻ ആവശ്യമാണ്. തീർച്ചയായിട്ടും വേണം. അത് വൈകാതെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് വൈകും തോറും പിന്നെ കൂടുതൽ സങ്കീർണതകളിലേക്ക് പോകും. പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്, കൂടുതൽ സമയമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്.